ഒരിക്കൽ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖസൗകര്യങ്ങളോടെ വാഴുന്നുണ്ടെന്നറിഞ്ഞ് കൗരവർക്ക് അസൂയയുണ്ടായി. തങ്ങളുടെ കൊട്ടാരമൊക്കെ വന്നു കാണുന്നതിന് പാണ്ഡവർ കൗരവരെ ക്ഷണിച്ചു. ജ്യേഷ്ഠനായ ദുര്യോധനന്റെ നിർദ്ദേശമനുസരിച്ച് കൗരവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അലങ്കാരങ്ങളൊന്നും ഒട്ടും കുറയരുത്. നാം പോകുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ്. നമ്മുടെ പ്രൗഢി കണ്ടിട്ട് ആ പാണ്ഡവർ നാണിച്ചു തലകുമ്പിടണം, ദുര്യോധനൻ അനുജന്മാരോട് പറഞ്ഞു. ഏവരും സുഗന്ധദ്രവ്യങ്ങൾ വേണ്ടതിലധികം വാരിപ്പൂശി. ശിരസിൽ സ്വർണ്ണക്കിരീടവും കാതുകളിൽ അതിമനോഹരങ്ങളായ രത്നകുണ്ടലങ്ങളും കഴുത്തിൽ വിലപിടിപ്പുള്ള മുത്തുമാലകളും കൈവിരലുകളിൽ കല്ലുപതിച്ച മോതിരങ്ങളും പട്ടുടയാടകളും ധരിച്ച് അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. മുമ്പേ ജ്യേഷ്ഠനായ ദുര്യോധനൻ തലയുയർത്തിപ്പിടിച്ച് നടന്നു. പിൻപേ അനുജന്മാരും. കൊട്ടാരത്തിനുള്ളിലെത്തിയ അവർ ശില്പവേലകളും ചിത്രപ്പണികളും കണ്ടുകൊണ്ട് സാവകാശം നടന്നു. സഭാപ്രവേശനത്തിനായി പാദമുയർത്തിയപ്പോഴാണ് ദുര്യോധനൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടമാകെ വെള്ളമാണല്ലോ. ദുര്യോധനൻ പെട്ടെന്ന് നിന്നു, കൂടെ അനുജന്മാരും. ദുര്യോധനൻ പട്ടുടയാടകൾ മേൽപോട്ടുയർത്തി ജാഗ്രതയോടെ പാദം മുന്നോട്ട് വെച്ചു. എന്നിട്ട് എത്രത്തോളം ആഴമുണ്ടെന്നറിയാൻ പാദം കൊണ്ട് തപ്പി നടന്നു. മറുകര പറ്റിയപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി ദുര്യോധനൻ അറിഞ്ഞത്. ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത ഇന്ദ്രനീല കല്ലുകൾ പതിച്ച സ്ഫടികത്തറയായിരുന്നു അത്. ഛേ, കുറച്ചിലായിപ്പോയല്ലോ. അതാ പാഞ്ചാലിയും കൂട്ടരും തങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇനി അമളി പിണഞ്ഞുകൂടാ. ഈ പാണ്ഡവന്മാരുടെ ഒരു ചതിയെ. ദുര്യോധനൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അടുത്ത സഭയിലേക്ക് കടന്നു. അപ്പോൾ വീണ്ടും അവർക്ക് സ്ഥലജല വിഭ്രാന്തിയുണ്ടായി. ഹേയ്, ഇവിടെയും വെള്ളമോ? ഉണ്ടായിരിക്കില്ല, വെറും തോന്നലായിരിക്കും. ഇനി അബദ്ധം പറ്റിക്കൂടാ എന്ന് നിരൂപിച്ചുകൊണ്ട് മുന്നോട്ടു പോയി. പുറകെ അനുജന്മാരും. അവിടെ നിറച്ചും ജലമായിരുന്നു. ഇതറിയാതെ മുന്നോട്ടു പോയ അവർ ആ ജലാശയത്തിലേക്ക് വീണുപോയി. വേഷവിധാനമെല്ലാം വെള്ളത്തിൽ കുതിർന്നു. ഇതിലുമധികം തങ്ങൾ നേരിട്ട അപമാനം കൗരവരെ അത്യധികം ചൊടിപ്പിച്ചു.